നമസ്കാരം. 2021-22 കാലഘട്ടത്തിൽ പിണറായി തന്നെയാണ് ഭരിക്കുന്നത്. ആ സമയത്ത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് കൊടുത്തു. കേരളത്തിൽ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, ലവ് ജിഹാദ് തുടങ്ങിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് പാലാ ബിഷപ്പ് കൂടിയായ ജോസഫ് കല്ലറങ്ങാട്ട് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഗുണ്ടകളും അതുപോലെ തന്നെ ഭീകരവാദികളും അദ്ദേഹത്തിൻ്റെ അരമന വളയുകയും ഒക്കെ ചെയ്തത് നമ്മൾ വാർത്തകളിൽ കണ്ടു. എന്തായാലും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ഇവിടെ നിർബന്ധിത മതപരിവർത്തനം, ഭീഷണിപ്പെടുത്തിയുള്ള മതപരിവർത്തനം, അതുപോലെ തന്നെ ലവ് ജിഹാദിൽപ്പെടുത്തിയുള്ള മതപരിവർത്തനം എന്നിവ നടക്കുന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു ഏകദേശ കണക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 2011 മുതൽ 16 വരെയുള്ള 5 വർഷത്തെ ഒരു കണക്കാണ് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ 7299 വ്യക്തികളെ മുസ്ലിം മതത്തിലേക്ക് നിർബന്ധിച്ചോ അല്ലാതെയോ പല കെണികളിൽപ്പെടുത്തിയോ ലവ് ജിഹാദിൽപ്പെടുത്തിയോ മതം മാറ്റപ്പെട്ടതായുള്ള കണക്കുകൾ ഇതാ പുറത്തു വരുന്നു. ഇതിൽ 82% ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും 18% ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എന്ന് പറയപ്പെടുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 61, ഈ 7299-ൽ 61% ലവ് ജിഹാദ് കെണിയിൽപ്പെട്ട് മതം മാറ്റപ്പെട്ട പെൺകുട്ടികളാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ മതം മാറ്റിയിരിക്കുന്നത് കേരളത്തിൽ എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പിണറായി വിജയനും വി.ഡി. സതീശനുമൊന്നും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ഇവിടെ പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നിങ്ങൾ നടത്തുന്ന കളികളുടെയൊക്കെ ഭാഗമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് നിങ്ങൾ പ്രതികരിക്കില്ല, മിണ്ടില്ല. ഇപ്പം TCS വിഷയത്തിലോ അല്ലെങ്കിൽ ഈ കുംഭമേളയിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഒന്നും വലിയ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായതായി അറിവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഈ കുംഭമേള പെൺകുട്ടിയുടെ വിവാഹം തന്നെ നടത്തിക്കൊടുത്തത് CPM നേതാക്കളാണ്. A. റഹീമും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷും V. ശിവൻകുട്ടിയും ഒക്കെ ചേർന്നാണ്. എന്തൊക്കെയാലും ഇത് നമ്മുടെ കേരളം ഗുരുതരമായ ഇത്തരമൊരു സാമൂഹ്യ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഇത്രയും പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ മതം മാറ്റപ്പെട്ടതിൽ 7299-ൽ 61% ഇത്തരത്തിൽ പ്രണയ ജിഹാദ്, ലവ് ജിഹാദിൽ പെടുത്തിയാണ് എന്ന് പറഞ്ഞല്ലോ. അത് കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തുന്ന 2 സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തർബിയത്തുൽ ഇസ്ലാം സഭ, അതുപോലെ പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൗനത്തുൽ ഇസ്ലാം സഭ എന്നീ 2 കേന്ദ്രങ്ങളാണ് ഈ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. എന്നാൽ പോലും അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും പല പേരുകളിൽ പല ഭാവങ്ങളിൽ ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ പെൺകുട്ടികളെ വലവീശി പിടിച്ച് മതം മാറ്റലാണ്. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റൽ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. അതായത് കൂടുതൽ അപകടങ്ങളിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് കേരളത്തിലെ യുവത്വം, പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള പ്രതീക്ഷയൊന്നും എന്തായാലുമില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ കോടതികളോ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റിയേക്കും, ഉറപ്പൊന്നുമില്ല. കൂടുതൽ കരാളഹസ്തങ്ങൾ, കഴുകൻ കണ്ണുകളുമായി ഇവിടുത്തെ മതപരിവർത്തന മാഫിയ ലോബി, പ്രണയക്കെണി ലോബി, ലവ് ജിഹാദ് ലോബി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്.